ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 20-ാമത്തെ അധ്യായം. അതിൽ 21-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ വിംശോധ്യായഃ. മൈത്രേയ ഉവാച. ഭഗവാനപി വൈകുണ്ഠസ്ഥാകം ഭഗവതാ വിഭു യജ്ഞേർയജ്ഞപതിസ്തുഷ്ടോ യജ്ഞഭുക്തമഭാഷത. ശ്രീഭഗവാനുവാച. ഏഷതേ അകാരഷീദ്ഭംഗം ഹയമേധശതസ്യഃ ക്ഷമാപയതാത്മാനമമുഷ്യ ക്ഷന്തുമർഹസി. സുധിയഃ സാധവോ ലോകേ നരദേവ നരോത്തമാഃ നാഭിദ്രുഹ്യന്തി ഭൂതേഭ്യോ യർഹിനാത്മാ കളേബരം. പുരുഷായതി മുഹ്യന്തി ത്വാദൃശാ ദേവമായയാ ശ്രമയേവ പരം ജാതോ ദീർഘയാ വൃദ്ധസേവയാ. അധക്കായമിമം വിദ്വാൻ അവിദ്യാകാമകർമ്മഭി ആരബ്ധൈതി നൈവാസ്മിൻ പ്രതിബുദ്ധോനുഷജ്ജത്തെ. അസംസക്തഃ ശരീരേസ്മിന്നമുനോൽപാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ വാപി കക്കുര്യാൻ മമതാംബുധ. ഏകഃ ശുദ്ധ സ്വയം ജ്യോതിർ നിർഗുണോസൗ ഗുണാശ്രയഃ സർവഗുണാവൃതസാക്ഷി നിരാത്മാത്മാത്മനഃ പരഃ. യേവം സന്തമാത്മാനമാത്മസ്ഥം വേദപൂരുഷ നാജ്യത്തെ പ്രകൃതിസ്ഥോപി തൽഗുണൈസ്തമൈ സ്ഥിതഃ. യഃ സ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാൻവിതഃ ഭജതേ ശനകൈസ്തസ്യ മനോരാജൻ പ്രസീദതി. പരിത്യക്തഗുണഃ സമ്യക് ദർശനോ വിശദാശയഃ ശാന്തിം മേ സമവസ്ഥാനം ബ്രഹ്മകൈവല്യമശ്നുതേ. ഉദാസീനമിവാധ്യക്ഷം ദ്രവ്യജ്ഞാനക്രിയാത്മനാം കൂടസ്ഥമിമമാത്മാനം യോ വേദാപ്നോതി ശോഭനം. ഭിന്നസ്യ ലിംഗസ്യ ഗുണപ്രവാഹോ ദ്രവ്യക്രിയാകാരകചേതനാത്മനഃ ദൃഷ്ടാസു സമ്പൽസു വിപൽസു സൂരയോ ന വിക്രിയന്തേ മയി ബദ്ധസൗഹൃദാഃ. സമസ്തമാനോത്തമമധ്യമാധമ സുഖേ ച ദുഃഖേ ച ജിതേന്ദ്രിയാശയഃ മയോപക്ലുപ്താഖിലലോകസംയുതോ വിധൽസ്വവീരാഖില ലോകരക്ഷണം. ശ്രേയപ്രജാപാലനമേവ രാജ്ഞോ യൽ സാമ്പരായേ സുകൃതാൽ ഷഷ്ഠമംശം ഹർത്താന്യഥാ ഹൃതപുണ്യ പ്രജാനാമരക്ഷിത കരഹാരോഘമത്തി. ഏവം ദ്വിജാഗ്രാനുമതാനുവൃത്തധർമ്മപ്രധാനോന്യതമോ വിതാസ്യാ ഹ്രസ്വേന കാലേന ഗൃഹോപയാതാൻ ദൃഷ്ടാസി സിദ്ധാനനുരക്തലോകഃ. വരം ജമൽക്കഞ്ചന മാനവേന്ദ്ര വൃണീഷ്വതേഹം ഗുണശീലയന്ത്രിത നാഹം മഖൈർവൈ സുലഭസ്തപോഭിർ യോഗേന വാ യത് സമചിത്തവർത്തി. മൈത്രേയ ഉവാച. സൈത്തം ലോകഗുരുണാ വിശ്വക്സേനേന വിശ്വജിത്ത് അനുശാസിത ആദേശം ശിരസാദ്യഗൃഹേ ഹരേ. സ്പൃശന്തം പാദയോ പ്രേംണ വ്രീഡിതം സ്വേന കർമ്മണ ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം വിസസർജ. ഭഗവാനഥ വിശ്വാത്മാ പൃഥുനോപഹൃതാർഹണഃ സമുജ്ജിഹാനയാ ഭക്തിയാ ഗൃഹീതചരണാംബുജഃ. പ്രസ്ഥാനാഭിമുഖോപ്യേനം അനുഗ്രഹവിളംബിതഃ പശ്യൻ പത്മപലാശാക്ഷോ ന പ്രതസ്ഥേ സുഹൃത്സദാം. അടുത്ത 21-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. സ ആദിരാജോ രചിതാഞ്ജലിർഹരിം വിലോകിതം നാശകദശ്രുലോചനഃ ന കിഞ്ചനോ വാച സ ബാഷ്പവിക്ലവോ ഹൃദോപഗുഹ്യാമധാ അവസ്ഥിതഃ. സ ആദിരാജോ രചിതാഞ്ജലിർഹരിം വിലോകിതം നാശകദശ്രുലോചനഃ ന കിഞ്ചനോ വാച സ ബാഷ്പവിക്ലവോ ഹൃദോപഗുഹ്യാം ഉമധാത് അവസ്ഥിത. അപ്പോൾ ആദിരാജാവായിരിക്കുന്ന പൃഥു മഹാരാജാവ് രചിതാഞ്ജലിർ ഹരിം കൈകൂപ്പിക്കൊണ്ട് ആ ഹരിയെ വിലോകിതം ഇങ്ങനെ നോക്കി. നാശക അശ്രുലോചന കണ്ണുകളിൽ കൂടിയിട്ട് അശ്രുക്കളിങ്ങനെ പൊഴിയുന്നുണ്ട്. ന കിഞ്ചനോ വാച അദ്ദേഹത്തിന് ഒന്നും ഗദ്ഗതം കൊണ്ടൊന്നും പറയാനാവുന്നില്ല. സബാഷ്പവിക്ലവോ ആ അശ്രു പതിക്കുന്നത് കൊണ്ട് കണ്ണ് കാണാനാവുന്നില്ല, ഭഗവാനെ വേണ്ട വിധത്തിൽ ദർശിക്കാനാവുന്നില്ല. ഹൃദോപഗുഹ്യാമുമധാ
അവസ്ഥിത. അപ്പോൾ ഹൃദയത്തിൽ ആ ഭഗവാനെ അങ്ങോട്ട് പിടിച്ചെടുത്ത് ധരിച്ചു, ഭഗവാന്റെ സ്വരൂപത്തെ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ ആദിരാജോ രചിതാഞ്ജലിർഹരിം വിലോകിതം നാശഗതശ്രുലോചന ന കിഞ്ചനോ വാചസബാഷ്പവിക്ലവോ ഹൃദോപഗുഹ്യാമുമദാദവസ്ഥിത. അതിലത്തെ പദങ്ങൾ സഹ ആദിരാജ, ആദിരാജാവ്, അശ്രുലോചന കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറഞ്ഞവനായിട്ട്, ഹരിം ആ ശ്രീഹരിയെ, വിലോകിതം കാൺമാൻ, ന അശകത് പ്രാപ്തനായില്ല, ന അശകത് പ്രാപ്തനായില്ല എന്നുള്ളതാണ്. വിലോകിതം കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കണ്ണുകളിൽ നിറഞ്ഞ് ആ അശ്രുക്കളുള്ളതുകൊണ്ട്. സഹ അദ്ദേഹം രചിതാഞ്ജലി കൈകൾ കൂപ്പിക്കൊണ്ട്, വിക്ലവ ഗൽഗതം കൊണ്ട്, കിഞ്ചന ഒന്നും തന്നെ, ന ഉവാച പറഞ്ഞതും ഇല്ല, അവസ്ഥിത അങ്ങനെ നിന്ന്, അമും അദ്ദേഹത്തെ അങ്ങനെ നിന്ന അദ്ദേഹത്തെ, ഹൃദാ അങ്ങനെ നിന്നിട്ട് അദ്ദേഹത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ഹൃദാ മനസ്സുകൊണ്ട്, ഉപഗുഹ്യ പിടിച്ചെടുത്ത്, അധാത് ധരിച്ചു. ഒന്നും കൂടി പറയാം. സ ആദിരാജ ആ ആദിരാജാവ്, അശ്രുലോചന കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറഞ്ഞവനായിട്ട്, ഹരിം ആ ശ്രീഹരിയെ, വിലോകിതം കാൺമാൻ, ന അശകത് പ്രാപ്തനായില്ല, സഹ അദ്ദേഹം രചിതാഞ്ജലി കൈകൾ കൂപ്പിക്കൊണ്ട്, ബാഷ്പവിക്ലവ ഗൽഗതം കൊണ്ട്, കിഞ്ചന ഒന്നും തന്നെ, ന ഉവാച പറഞ്ഞതും ഇല്ല, അവസ്ഥിത അങ്ങനെ നിന്ന്, അമും അദ്ദേഹത്തെ ഭഗവാൻ ഹൃദാ മനസ്സുകൊണ്ട്, ഉപഗുഹ്യ പിടിച്ചെടുത്ത്, അധാത് ധരിച്ചു. അപ്പം ഇതിലത്തെ ആ അന്വയം വന്നിട്ട് സഹ ആദിരാജ അശ്രുലോചന ഹരിം വിലോകിതം ന അശകത് സ രചിതാഞ്ജലി ബാഷ്പവിക്ലവ കിഞ്ചന ന ഉവാച അവസ്ഥിത അമും ഹൃദാ ഉപഗുഹ്യ അധാത്. ഒന്നും കൂടി പറയാം. സ ആദിരാജ അശ്രുലോചന ഹരിം വിലോകിതം ന അശകത് സഹ രചിതാഞ്ജലി ബാഷ്പവിക്ലവ കിഞ്ചന ന ഉവാച അവസ്ഥിത അമും ഹൃദാ ഉപഗുഹ്യ അധാത്. ആ ആദിരാജാവ് കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറഞ്ഞവനായിട്ട് ആ ശ്രീഹരിയെ കാണുവാൻ പ്രാപ്തനായില്ല. അദ്ദേഹം ആ കൈകൾ കൂപ്പിക്കൊണ്ട് ഗൽഗതം കൊണ്ട് ഒന്നും തന്നെ പറഞ്ഞതും ഇല്ല. അങ്ങനെ നിന്ന് അദ്ദേഹത്തെ ആ മനസ്സുകൊണ്ട് പിടിച്ചെടുത്ത് ധരിച്ചു. പൃഥുവിൻ്റെ നേത്രങ്ങളിൽ നിന്നുണ്ടായ ആനന്ദബാഷ്പം കൊണ്ട് ആ ഭഗവാനെ കാണാൻ പോലും കഴിഞ്ഞില്ല. ഭക്തിയുടെ ഉത്തമ ലക്ഷണമായിരിക്കുന്ന ഗൽഗതം കൊണ്ട് ഒന്നും പറവാനും കഴിഞ്ഞില്ല. അഞ്ജലീബന്ധം ചെയ്ത് ഭഗവാനെ ഹൃദയത്തിൽ നന്നായിട്ട് ധരിച്ചുകൊണ്ട് നിശ്ചലനായിട്ട് അദ്ദേഹം സ്ഥിതി ചെയ്തു. ആദിരാജാവായിരിക്കുന്ന ആ പൃഥുവിൻ്റെ നേത്രങ്ങളിൽ ജലം അശ്രുക്കൾ നിറഞ്ഞു. അത് കാരണം ഭഗവാന്റെ ദർശനം സാധിച്ചില്ല. അദ്ദേഹം ഹൃദയം കൊണ്ട് ആ ഭഗവാനെ ആലിംഗനം ചെയ്ത് കൈകൾ കൂപ്പി അവിടുത്തെ ആ മനസ്സിൽ ചേർത്തു നിർത്തി. കൈകൂപ്പി നിന്നിരുന്ന ആ ആദിരാജ ചക്രവർത്തി ആനന്ദാശ്രു നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനായിട്ട് ആ ശ്രീഹരിയെ അവലോകനം ചെയ്യാൻ ശക്തനായില്ല. അദ്ദേഹം ബാഷ്പ നിരുദ്ധകണ്ഠനായിട്ട് യാതൊന്നും ഉരിയാടിയില്ല. അങ്ങനെ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ ഇന്ദ്രവടിയെ മനസ്സിനാലെ പിടിച്ചുകൂട്ടി ഉള്ളിൽ കുടിയിരുത്തി. ഇതിലെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പൃഥുന കൃതാർഹണോ ഭഗവാൻ പ്രസ്ഥാനാഭിമുഖോപി പൃഥും പശ്യൻ വിലോകിതഃ സൻ പ്രയാസം ന കൃതവാൻ. ഭഗവാനെ നോക്കാൻ
ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭഗവാനെ ശരിക്കും കാണാൻ സാധിച്ചില്ല. സ പൃഥുർഭഗവതാ വരാർത്ഥം പ്രേരിതോ ഹരിമാലിംഗ്യ. അപ്പോൾ ആ വരത്തിന് അർത്ഥിക്കുന്നതായിരിക്കുന്ന വരാർത്ഥം പ്രേരിതോ, വരത്തിന് അർത്ഥിക്കണമെന്ന് പ്രേരിപ്പിക്കുന്നതായിരിക്കുന്ന ആ ശ്രീഹരിയെ ആലിംഗനം ചെയ്ത് അശ്രുലോചനോ ഹരിം, ആ കണ്ണുകളിൽ അശ്രുക്കളായിട്ട് ഹരിം ദ്രഷ്ടും, ഹരിയെ നോക്കി, നാശകൽ എന്നാൽ കാണാൻ സാധിച്ചില്ല. അഥാശ്രൂണി വിസൃജ്യ, ഗൽഗതം കൊണ്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ സാധിച്ചില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. സ പൃഥുർ ഭഗവതാ വരാർത്ഥം പ്രേരിതോ, ആ പൃഥു ഭഗവാനാൽ വരത്തിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഹരിമാലിംഗ്യ, ആ ഹരിയെ ആലിംഗനം ചെയ്തിട്ട് പ്രേമ്രാശ്രുലോചനോ, പ്രേമം കൊണ്ടുണ്ടായിട്ടുള്ള ആ അശ്രുക്കളാൽ നിറഞ്ഞ കണ്ണുകളുമായിട്ട് ഹരിം ദ്രഷ്ടും, ഹരിയെ നോക്കി, നാശകത് കാണാൻ ആയില്ല എന്നുള്ളതാണ് അതിൽ വ്യാഖ്യാനത്തിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ. സ പൃഥുർഭഗവതാ വരാർത്ഥം പ്രേരിതോ ഹരിമാലിംഗ്യ പ്രേമാശ്രുലോചനോ ഹരിം ദ്രഷ്ടും നാശകത്. ആ പൃഥു വരാർത്ഥത്തിന് പ്രേരിപ്പിക്കുന്ന ഭഗവാനായിരിക്കുന്ന ആ ഹരിയെ ആലിംഗനം ചെയ്ത് ആ പ്രേമാശ്രുലോചനങ്ങളോട് കൂടിയിട്ട് ഹരിയെ വീക്ഷിച്ചു. എന്നാൽ കണ്ണുകളിൽ നിറഞ്ഞ ബാഷ്പമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പോലെ ആ ദർശനം സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. അടുത്ത ശ്ലോകം അഥാവമൃജ്യാശ്രുകലാവിലോകയൻ അതൃപ്തദൃഗ്ഗോചരമാഹ പൂരുഷം പദാസ്പൃശന്തം ക്ഷിതിമംസ ഉന്നതേ വിന്യസ്തഹസ്താഗ്രമുരംഗവിദ്വിഷഃ. അഥാവമൃജ്യാശ്രുകലാ വിലോകയന്നതൃപ്തദൃഗ്ഗോചരമാഹ പൂരുഷം പദാസ്പൃശന്തം ക്ഷിതിമംസ ഉന്നതേ വിന്യസ്തഹസ്താഗ്രം ഉരംഗവിദ്വിഷഃ. അപ്പോൾ അനന്തരം ആ കണ്ണുനീർത്തുള്ളികളൊക്കെ തുടച്ചു നീക്കിയിട്ട് അതൃപ്ത ദൃഗ്ഗോചരം, ആ കണ്ടാൽ മതി വരാത്തവനായിട്ട് തീർന്നിട്ട് ഭഗവാൻ എങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഗരുഡൻ്റെ ഉന്നതമായിരിക്കുന്ന തോളിൽ വെച്ച് ആ കൈപ്പടയോടുകൂടിയവനും ആ തൃപ്പാദത്താൽ ഭൂമിയെ സ്പർശിക്കുന്നവനും പദാസ്പൃശന്തം ക്ഷിതിമംസ ഉന്നതേ വിന്യസ്തഹസ്താഗ്രമുരംഗ വിദ്വിഷ. ആ ഗരുഡൻ്റെ തോളുകളിൽ കൈവച്ചവനും തൃപ്പാദത്താൽ ഭൂമിയെ സ്പർശിക്കുന്നവനുമായിരിക്കുന്ന ആ ശ്രീഭഗവാനെ വിലോകയൻ നോക്കിക്കൊണ്ട് ആഹ പറഞ്ഞു. അഥാവമൃജ്യാശ്രുകല. അനന്തരം ആ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിയിട്ട്, അവമൃജ്യ എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കിയിട്ട്, വിലോകയൻ നോക്കി, അതൃപ്തദൃഗ്ഗോചരമാഹ ആ കണ്ടാൽ മതി വരാത്തവൻ ആയിരിക്കുന്ന ആ ഭഗവാനോട് ആഹ പറഞ്ഞു. പദാസ്പൃശന്തം, ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പദാസ്പൃശന്തം ക്ഷിതിമംസ ഉന്നതേ, ആ കാലുകൾ ആ ക്ഷിതിയിൽ സ്പർശിച്ചുകൊണ്ടും, ഉന്നതേ വിന്യസ്തഹസ്താഗ്രം, ആ കൈകൾ ആ ഉന്നതമായിരിക്കുന്ന ആ ഗരുഡൻ്റെ പുറത്ത് ഉരംഗവിദ്വിഷം എന്ന് പറഞ്ഞാൽ പാമ്പിനോട് വിദ്വേഷമുള്ള ആ ഗരുഡൻ്റെ തോളുകളിൽ, ഉന്നതമായിരിക്കുന്ന തോളിൽ
കൈപ്പടത്തോടു കൂടിയവനും തോളിൽ കൈവച്ചവനായിട്ടും ഉള്ള ആ ഭഗവാനെ അങ്ങനെ നോക്കിക്കൊണ്ട് ആഹ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. അഥ അനന്തരം അശ്രുകലാഹ കണ്ണുനീർ തുള്ളികൾ അവമൃജ്യ തുടച്ചു നീക്കിയിട്ട് അതൃപ്തദൃഗ്ഗോചരം കണ്ടാൽ മതിവരാത്തവനും ഉരംഗവിദ്യുഷ ഗരുഡൻ്റെ നൃത്തം ഉരംഗവിദ്യുഷ എന്ന് പറഞ്ഞാൽ ഗരുഡൻ്റെ ഉന്നതേ ആ ഉന്നതമായിരിക്കുന്ന അംസേ തോളിൽ വിന്യസ്തഹസ്താഗ്രം വെച്ച കൈപ്പടത്തോടു കൂടിയവനും പദ തൃപ്പാദത്താൽ ക്ഷിതിം ഭൂമിയെ സ്പർശിക്കുന്നവനുമായ പൂരുഷം ശ്രീഭഗവാനെ വിലോകയൻ നോക്കിക്കൊണ്ട് ആഹ പറഞ്ഞു. ഇതും കൂടി പറയാം. അഥ അനന്തരം അശ്രുകലാഹ കണ്ണുനീർത്തുള്ളികൾ അവമൃജ്യ തുടച്ചു നീക്കിയിട്ട് അതൃപ്തദൃഗ്ഗോചരം കണ്ടാൽ മതിവരാത്തവനും ഉരംഗവിദ്വിഷ ഗരുഡൻ്റെ ഉന്നതമായ അംസേ തോളിൽ വിന്യസ്തഹസ്താഗ്രം വെച്ച കൈപ്പടത്തോടു കൂടിയവനും പദ തൃപ്പാദത്താൽ ക്ഷിതിം ഭൂമിയെ സ്പർശിക്കുന്നവനുമായിരിക്കുന്ന പൂരുഷം ശ്രീഭഗവാനെ വിലോകയൻ നോക്കിക്കൊണ്ട് ആഹ പറഞ്ഞു. ഒന്നുകൂടി പറയാം. അഥ അനന്തരം അശ്രുകലാഹ കണ്ണുനീർത്തുള്ളികൾ അവമൃജ്യ തുടച്ചു നീക്കിയിട്ട് അതൃപ്തദൃഗ്ഗോചരം കണ്ടാൽ മതിവരാത്തവനും ഉരംഗവിദ്യുഷ ഗരുഡൻ്റെ ഉന്നതമായിരിക്കുന്ന അംസേ തോളിൽ വിന്യസ്തഹസ്താഗ്രം വെച്ച കൈപ്പടത്തോടു കൂടിയവനും പദ തൃപ്പാദത്താൽ ക്ഷിതിം ഭൂമിയെ സ്പർശിക്കുന്നവനും ആയിരിക്കുന്ന പൂരുഷം ആ ശ്രീഭഗവാനെ വിലോകയൻ നോക്കിക്കൊണ്ട് ആഹ പറഞ്ഞു. അപ്പോൾ അഥ അശ്രുകലാഹ അവമൃജ്യ അതൃപ്തദൃഗ്ഗോചരം ഉരംഗവിദ്യുഷ ഉന്നതേ അംസേ വിന്യസ്തഹസ്താഗ്രം പദാ ക്ഷിതിം സ്പൃശന്തം പൂരുഷം വിലോകയൻ ആഹ എന്നൂടി പറയാം. അഥ അശ്രുകലാഹ അവമൃജ്യ അതൃപ്തദൃഗ്ഗോചരം ഉരംഗവിദ്യുഷ ഉന്നതേ അംസേ വിന്യസ്തഹസ്താഗ്രം പദാ ക്ഷിതിം സ്പൃശന്തം പൂരുഷം വിലോകയൻ ആഹ. അനന്തരം ആ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിയിട്ട് കണ്ടാൽ മതിവരാത്തവനും ഗരുഡൻ്റെ ആ ഉന്നതമായിരിക്കുന്ന തോളിൽ വെച്ച കൈപ്പടത്തോടു കൂടിയവനും തൃപ്പാദത്താൽ ഭൂമിയെ സ്പർശിക്കുന്നവനുമായിരിക്കുന്ന ശ്രീഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒടുവിൽ ധൈര്യം അവലംബിച്ചിട്ട് കണ്ണുനീർ തുടച്ച് ആ ഭഗവാനെ നോക്കി ഭഗവാൻ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു കൈ ഗരുഡൻ്റെ ഉന്നതമായ കഴുത്തിൽ വെച്ചിരിക്കുന്നു. എത്ര തന്നെ കണ്ടാലും മതിവരാത്ത ദിവ്യ കോമള രൂപം അത് നോക്കിക്കൊണ്ട് പൃഥു ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ പ്രഭു തൻ്റെ ചരണകമലങ്ങളാൽ പൃഥ്വിയെ സ്പർശിച്ചു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കരാഗ്രഭാഗം ഗരുഡൻ്റെ ഉയർന്ന തോളിൽ വെച്ചിരുന്നു. മഹാരാജാവ് പൃഥു നേത്രങ്ങളിലെ അശ്രുക്കൾ തുടച്ചുകൊണ്ട് അതൃപ്ത ദൃഷ്ടിയോടുകൂടി ആ ഭഗവാന് നേരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അതിനുശേഷം ആ കണ്ണീർ കണങ്ങളെ തുടച്ചു നോക്കി നിന്നുകൊണ്ട് കാണെ തൃപ്തി വരാത്ത കണ്ണുകൾക്ക് വിഷയീഭവിച്ചവനും ഗരുഡൻ്റെ ഉന്നതമായ തോളത്ത് വയ്ക്കപ്പെട്ട കരാഗ്രത്തോടു കൂടിയവനും തൃപ്പാദത്താൽ ഭൂമിയെ സ്പർശിക്കുന്നവനുമായിരിക്കുന്ന ആ ശ്രീ ഭഗവാനോട് പറഞ്ഞു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. അതാശ്രൂണി വിമൃജ്യ ആ കണ്ണുനീർത്തുള്ളിയെ തുടച്ചിട്ട് ഗരുഡസ്കന്ധേ ഗരുഡൻ്റെ ആ തോളിൽ ന്യസ്തഹസ്തം ആ കൈകൾ അങ്ങനെ ഉയർത്തി വെച്ചിട്ടുള്ള ആ ഭഗവാനെ വിലോകയൻ ജഗാത നോക്കിക്കൊണ്ട് പറഞ്ഞു. അഥാശ്രൂണി വിമൃജ്യ ആ അശ്രുക്കളെ തുടച്ചുകൊണ്ട് ഗരുഡസ്കന്ധേ ഗരുഡൻ്റെ പുറത്ത് തോളിൽ ന്യസ്തഹസ്തം കൈകൾ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാനെ വിലോകയൻ നോക്കിക്കൊണ്ട് ജഗാത പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി പറയാം ആ വ്യാഖ്യാനം. അഥാശ്രൂണി വിമൃജ്യ ഗരുഡസ്കന്ധേ ന്യസ്തഹസ്തം വിലോകയൻ ജഗാത.
അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. പൃഥുരുവാച, പൃഥു പറയുന്നതാണ് അടുത്തത്. ഇപ്പോൾ ദേവന്മാർക്ക് ഭൂസ്പർശം നിഷിദ്ധമാണ്. ദേവന്മാരുടെ ഇടയിൽ ദമയന്തി നളനെയും സുകന്യ ചവനനെയും തിരിച്ചറിഞ്ഞത് ഈ ലക്ഷണം കൊണ്ടാണ്. നളോപാഖ്യാനത്തിൽ ഋഷിതസ്രഗ്രജോഹീനാൻ സ്ഥിതാൻ അസ്പൃശത ക്ഷിതിം, ദേവന്മാർ സ്വതേ ഭൂമി തൊട്ടുകൊണ്ട് നിൽക്കുകയില്ല എന്ന് മഹാഭാരതത്തിൽ കാണാം. ചരിത്രത്തിൽ ന രാജോ ന നിമേഷോ വൈ ന സ്പൃശേതേ ധരാം പദേ. ഭവിഷ്യത് പുരാണത്തിൽ പറയുന്നുണ്ട്, മനുഷ്യാഹ സ്വസ്വേദ സ നിമേഷാമ്ലായമാന സ്രജ സരജസ്കാ ഭൂമി സ്പൃശത് ദേവാസ്തദ്വിപരീതാഹ. അപ്പം അതിന് വിപരീതമായിട്ട് മനുഷ്യർക്ക് വിയർപ്പുണ്ട്, കൺപോളയുണ്ട്, മനുഷ്യരുടെ ആ തോളിലിട്ട മാല വാടും, ദേഹത്തിൽ പൊടി പറ്റും, ഭൂമി തൊടും. ദേവന്മാർക്ക് ഇതൊന്നും ഇല്ല. അപ്പോൾ മഹാവിഷ്ണു ഭൂസ്പർശം ചെയ്തത് ഭക്താനുകമ്പയോ അതിൽ നിന്നും ഉത്ഭൂതമായിരിക്കുന്ന ദേവത്വ വിസ്മൃതിയോ അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ നാമമാത്രമായേ ഭൂസ്പർശം ചെയ്തുള്ളൂ എന്ന് അനുമാനിക്കാം. കാൽ ഇടറാതിരിക്കാനായിരിക്കാം ഗരുഡനെ കൊണ്ട് താങ്ങിച്ചത്. ഈ വാങ്മയ ചിത്രത്തിൻ്റെ മനോഹാരിത വാചാമഗോചരം തന്നെ. ഇവിടെ ആരെല്ലാമാണുള്ളതെന്ന് അറിയണ്ടേ? രുചിപ്രജാപതിക്ക് മനുപുത്രിയായിരിക്കുന്ന ആകൂതിയിൽ ജനിച്ച ഭഗവതംശവതാരമായിരിക്കുന്ന യജ്ഞനാകുന്ന ഇന്ദ്രൻ, പൃഥുവോട് ക്ഷമാപണം ചെയ്തുകൊണ്ട് ജാള്യഭാവത്തിൽ സമീപത്ത് ഭഗവത്പാദങ്ങൾ കെട്ടിപ്പുണർന്നുകൊണ്ട് ജന്മസാഫല്യം നേടിയവനും ഭഗവാന്റെ തന്നെ കലാവതാരവുമായിരിക്കുന്ന പൃഥുചക്രവർത്തി അതിന് അടുത്ത്. ഇവരുടെ ഇടയിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. ഇതെല്ലാം തൻ്റെ പുരാണത്തിലേക്ക് പകർത്തുന്നതോ ഭഗവാന്റെ തന്നെ മറ്റൊരു കലാവതാരമായിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണദ്വൈപായന മഹർഷി മഹാവിഷ്ണുവും തൻ്റെ തന്നെ 3 അവതാര പുരുഷന്മാരും കൂടി അഭിനയിക്കുന്ന ഈ ദിവ്യനാടകം മായ പൂർണ്ണമായും തൻ്റെ സ്വാധീനത്തിലാണെന്ന് വെച്ച് ലോകരെ ഭ്രമിപ്പിക്കുന്ന ഒരു ക്രൂര വിനോദമല്ലേ? തീർച്ചയായും അല്ല. മായയുടെ സ്വഭാവം അല്പമൊന്ന് സ്പഷ്ടമാക്കിയിട്ട് ആ ലോകരെ അനുഗ്രഹിക്കാനുള്ള ഭക്താനുകമ്പ തന്നെ. അപ്പോൾ തൻ്റെ ചരണകമലങ്ങളാൽ പൃഥ്വിയെ സ്പർശിച്ച് ഉണ്ടായിരുന്നു ആ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇതിൻ്റെ വ്യാഖ്യാനം നോക്കി. പൃഥുരുവാച വ്യാഖ്യാനം പറഞ്ഞു. അടുത്ത ശ്ലോകം 23-ാമത്തെ ശ്ലോകം. പൃഥുരുവാച വരാൻ വിഭോ തദ്വരദേശ്വരാദ്ബുധ കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം യേ നാരകാണാമഭിസന്ധിദേഹിനാം താനീശ കൈവല്യപതേ വൃണേന ച. വരാൻ വിഭോ ത്വദ്വരദേശ്വരാദ്ബുധ കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം യേ നാരകാണാമഭിസന്ധിദേഹിനാം താനീശ കൈവല്യപതേ വൃണേന ച. അപ്പോൾ അല്ലയോ വിഭുവായിട്ടുള്ളവനെ, വരാൻ വിഭോ വരദേശ്വരാത്, വരദാതാക്കളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ത്വത് അങ്ങയിൽ നിന്ന് ഗുണവിക്രിയാത്മനാം ഗുണങ്ങൾക്കനുസൃതമായിട്ട് മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുന്നവർക്ക് മാത്രം, അവർക്ക് മാത്രം ചേർന്നതായിട്ടുള്ള വരങ്ങളെ വിവേകി എങ്ങനെ വരിക്കും? അല്ലയോ ലോകനാഥനും മുക്തിദായകനും ആയിട്ടുള്ളവനെ,
നരകവാസികളായവർക്കു കൂടി എന്തെല്ലാം സുഖാനുഭൂതികൾ ഉണ്ടാകുന്നുവോ അവയെ അവർ വരിക്കില്ല. ഭഗവാനോട് ചോദിച്ച് വരിക്കില്ല എന്നർത്ഥം. അവരും കൂടി അതിനെയൊന്നും വരിക്കില്ല. അല്ലയോ വിഭു, വരാൻ വിഭോ, അല്ലയോ വിഭുവായിട്ടുള്ളവനെ, തദ് വരദേശ്വരാത് വരദാതാക്കളിൽ ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയിൽ നിന്ന് അർത്ഥം. ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ കഥം വൃണീതേ, എങ്ങനെ വരിക്കും, എങ്ങനെയാണ് വരിക്കുക? ഗുണവിക്രിയാത്മനാം. ആ ഗുണവിക്രിയാത്മനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണങ്ങൾക്ക് അനുസൃതമായിട്ട് മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുന്നവർക്ക് മാത്രം ചേർന്നതായിരിക്കുന്ന ആ സാംസാരികമായിരിക്കുന്ന ആ ഗുണങ്ങളെ എങ്ങനെയാണ് അവർ വരിക്കുക? വരങ്ങളെ വിവേകിയായിരിക്കുന്നവർ എങ്ങനെയാണ് വരിക്കുക? അല്ലയോ ലോകനാഥനും കൈവല്യ മുക്തിദായകനുമായിട്ടുള്ളവനെ, നരകത്തിലുള്ളവർക്ക് പോലും ഈ സുഖങ്ങൾ, അവർ പോലും സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇത്തരം ആ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങയിൽ നിന്നും വരം വാങ്ങിക്കുകയില്ല എന്നുള്ളതാണ്. ഏ നാരകാണാം അഭിസന്ധിദേഹിനാം താനീശ കൈവല്യ പതേവൃണയെന്ന് വെച്ചാൽ അപ്പോൾ അതിലത്തെ പദങ്ങൾ ഹേ വിഭോ, അല്ലയോ വിഭുവായിട്ടുള്ളവനെ, വരദേശ്വരാത് വരദാതാക്കളിൽ ശ്രേഷ്ഠനായ ത്വൽ അങ്ങയിൽ നിന്ന്, ഗുണവിക്രിയാത്മനാം ഗുണങ്ങൾക്കനുസൃതമായിട്ട് മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുന്നവർക്ക് മാത്രം ചേർന്നതായിരിക്കുന്ന എന്നർത്ഥം. വരാൻ വരങ്ങളെ, ബുധ വിവേകി, കഥം വൃണീതേ എങ്ങനെ വരിക്കും? ഈശ, അല്ലയോ ലോകനാഥനും കൈവല്യപദേ മുക്തിനായകനുമായിട്ടുള്ളവനെ, നാരകാണാം ദേഹിനാം അപി നരകവാസികളായിട്ടുള്ളവർക്ക് കൂടി യേ എന്തെല്ലാം സുഖാനുഭൂതികൾ സന്ധി ഉണ്ടാകുന്നുവോ താൻ അവയെ ന വൃണേച്ഛ വരിക്കുന്നതേയില്ല. എന്നുകൂടി പറയാം. ഹേ വിഭോ, അല്ലയോ വിഭുവായിട്ടുള്ളവനെ, വരദേശ്വരാത് വരദാതാക്കളിൽ ശ്രേഷ്ഠനായ ത്വത് അങ്ങയിൽ നിന്ന്, ഗുണവിക്രിയാത്മനാം ഗുണങ്ങൾക്ക് അനുസൃതമായി മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുന്നവർക്ക് മാത്രം ചേർന്നതായ വരാൻ വരങ്ങളെ, ബുധ വിവേകി, കഥം വൃണീതേ എങ്ങനെ വരിക്കും? ഈശ, അല്ലയോ ലോകനാഥനും കൈവല്യപതേ മുക്തിനായകനുമായുള്ളവനെ, നാരകാണാം ദേഹിനാം അപി നരകവാസികളായവർക്ക് കൂടി യേ എന്തെല്ലാം സുഖാനുഭൂതികൾ സന്ധി ഉണ്ടാകുന്നുവോ താൻ അവയെ ന വൃണേച്ഛ വരിക്കുന്നതേയില്ല. അല്ലയോ വിഭുവായിട്ടുള്ളവനെ, വരദാതാക്കളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങയിൽ നിന്ന് ഗുണങ്ങൾക്കനുസൃതമായിട്ട് മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുന്നവർക്ക് മാത്രം ചേർന്നതായിരിക്കുന്ന വരങ്ങളെ വിവേകിയായിട്ടുള്ളവർ എങ്ങനെ വരിക്കും? അല്ലയോ ലോകനാഥനും കൈവല്യപതിയുമായിട്ടുള്ളവനെ, നരകവാസികളായവർക്ക് കൂടി എന്തെല്ലാം സുഖാനുഭൂതികൾ ഉണ്ടാകുന്നുവോ അതിനെ അവർ അങ്ങയെ കാണുമ്പോൾ അങ്ങയിൽ നിന്നും വരിക്കുന്നതേയില്ല. എന്നോട് എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടാലും എന്ന് ആ ഭഗവത് വാക്യത്തിന് പ്രത്യുത്തരം പറയുകയാണ്. അല്ലയോ വിഭുവായിട്ടുള്ളവനെ, വരദന്മാരായ ആ ബ്രഹ്മാദിദേവന്മാർക്ക് പോലും ഈശ്വരനായ അങ്ങയിൽ നിന്ന് ദേഹാഭിമാനികളായിരിക്കുന്ന അല്പന്മാരല്ലാതെ വിവേകികൾ എങ്ങനെ വരങ്ങൾ സ്വീകരിക്കും? ബ്രഹ്മാദിദേവന്മാർക്ക് പോലും ഈശ്വരനായിട്ടിരിക്കുന്ന അങ്ങയിൽ നിന്ന് ദേഹാഭിമാനികളായിരിക്കുന്ന അല്പന്മാരല്ലാതെ വിവേകികളായവർ എങ്ങനെ വരങ്ങൾ സ്വീകരിക്കും? അല്ലയോ ഈശ, അങ്ങ് മോക്ഷപ്രദനും ആണല്ലോ. നരകവാസികൾക്ക് പോലും തുച്ഛഭോഗ സുഖങ്ങളുണ്ട്. അത്തരം നിസ്സാര കാര്യങ്ങൾ അങ്ങയോട് അതുപോലും ഞാൻ ആവശ്യപ്പെടുന്നതേയില്ല. ഗുണത്തിൻ്റെ തരാതരം പോലെ ആ പ്രവൃത്തികളെ പാകപ്പെടുത്തുന്നവരാണ് ഗുണവിക്രിയാത്മാക്കൾ എന്ന് പറയുന്നത്. താൻ വിവേകിയാണെന്നും വരങ്ങളിൽ ഇച്ഛിക്കുകയില്ലെന്നും ചകാരം കൊണ്ട് സിദ്ധിക്കുന്നുവെന്ന് ശ്രീധരീയം.
ബുധ ഏവാഹമപി ന വൃണേ ഇതി സമുച്ചയായ ചകാരഃ. അപ്പോൾ ഇതിൽ പറയുന്നത് പൃഥു പറയുകയാണ്, മോക്ഷപതിയായിരിക്കുന്ന പ്രഭോ, അങ്ങ് വരം നൽകുന്ന ബ്രഹ്മാദിദേവന്മാർക്ക് പോലും വരം നൽകാൻ സമർത്ഥനാണ്. ഏതെങ്കിലും ബുദ്ധിമാനായിരിക്കുന്ന പുരുഷൻ അവിടുത്തോട് ആ ദേഹാഭിമാനികൾക്ക് പഥ്യമായിരിക്കുന്ന ആ ഭോജ്യ വിഷയങ്ങളെ എങ്ങനെ ചോദിച്ചു വാങ്ങിക്കും? അവർ നരകത്തിലുള്ളവരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ സുഖത്തിന് വേണ്ടിയുള്ളവ അങ്ങയോട് ചോദിക്കുക പതിവില്ല. അതുകൊണ്ട് ഞാനീ തുച്ഛ വിഷയങ്ങളെ അവിടുത്തോട് ചോദിക്കുകയേയില്ല. അല്ലയോ സർവശക്ത, വരദാതാക്കളായ ദേവന്മാർക്ക് പോലും ഈശ്വരനായ ഇന്ദ്രുവടിയുടെ അടുക്കൽ നിന്നും പ്രകൃതി സ്വഭാവങ്ങളാലുള്ള ഉലച്ചിൽ മനസ്സിലുണ്ടാവുന്ന ആ ദേഹാഭിമാനിക്ക് ചേർന്നതായിരിക്കുന്ന വരങ്ങളെ, ഭോഗൈശ്വര്യങ്ങളെ വിവേകിയായവൻ വരിക്കുന്നതെങ്ങനെ? അല്ലയോ ലോകനാഥ, മുക്തിദായക, യാവത് ചില ഭോഗങ്ങൾ നരകവാസികളായ ശരീരങ്ങൾക്ക് കൂടി ഉണ്ടാകുന്നുവോ അവയെപ്പോലും ഞാൻ ഒരിക്കലും അങ്ങയോട് അവ പോലും അങ്ങയിൽ നിന്നും ഞാൻ വരിക്കുന്നില്ല. ഇപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, വരദേശ്വരാത്, ഈശ്വരന്മാർക്ക് പോലും വരത്തെ കൊടുക്കുന്ന ത്വത്തോ, അവിടുന്ന് നിന്നും ജ്ഞാനി സൻ, ബന്ധകാൻ വരാൻ, വരം കൊണ്ട് ബന്ധിതനാവുകയില്ല. അതുകൊണ്ട് ഹേ പ്രഭോ, അല്ലയോ പ്രഭു ആയിരിക്കുന്ന ഭഗവാനെ, വരദേശ്വരാത്, ഈശ്വരന്മാർക്ക് പോലും വരങ്ങളെ കൊടുക്കുന്ന അങ്ങയിൽ നിന്നും ത്വത്തോ, അങ്ങയിൽ നിന്നും ജ്ഞാനി ഒരിക്കലും ബന്ധകാൻ വരാൻ, വരം കൊണ്ട് ബന്ധിതൻ ആവുന്നില്ല. കഥം വൃണീതേ, എങ്ങനെ ആ വരങ്ങളെ വരാൻ വൃണീതേ വരിക്കാനാണ്? അപ്പോൾ ഹേ പ്രഭോ വരദേശ്വരാത് ത്വത്തോ ജ്ഞാനീ സൻ ബന്ധകാൻ വരാൻ കഥം വൃണീതേ. എന്നുകൂടി പറയാം. ഹേ പ്രഭോ വരദേശ്വരാത് ത്വത്തോ ജ്ഞാനീ സൻ ബന്ധകാൻ വരാൻ കഥം വൃണീതേ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇവിടെ 23-ാമത്തെ ശ്ലോകം ആണിപ്പോൾ നമ്മൾ ചൊല്ലിയത്. പൃഥുരുവാച വരാൻ വിഭോ ത്വദ്വരദേശ്വരാത് ബുധ കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം യേ നാരകാണാമപി സന്തി ദേഹിനാം താനീശ കൈവല്യപതേ വൃണേന ച. അടുത്തത് ന കാമയേ നാഥ തദപ്യഹം ക്വചിന്ന യത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമാന്തർഹൃദയോന്മുഖച്യുതോ വിധൽസ്വ കർണായുതമേഷ മേവരാ. ന കാമയേ നാഥ തദപ്യഹം ക്വചിന്ന യത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമാന്തർഹൃദയാന്മുഖച്യുതോ വിധൽസ്വ കർണായുതമേഷ മേവരാ. ന കാമയേ നാഥ, എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല നാഥ, അങ്ങയിൽ നിന്നും ഞാനൊന്നും വാങ്ങിക്കുന്നില്ല. ക്വചിന്നയത്ര യുഷ്മച്ചരണാംബുജാസവ, മഹാന്മാരിൽ നിന്നും ഏറ്റവും ഉത്തമന്മാരുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും ആവിർഭവിച്ച് അവരുടെ മുഖത്തിൽ നിന്നും ഒഴുകുന്ന അങ്ങയുടെ ആ ശ്രീപാദത്തിലെ പൂന്തേൻ ഇല്ലാത്തതെന്തോ ആയത് ഒരിക്കലും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ക്വചിന്ന എത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമാന്തർ ഹൃദയാന്മുഖച്യുതോ, മഹാത്മാക്കളുടെ ഹൃദയത്തിൽ നിന്നും ആ അച്യുതൻ്റെ
ആ ചരണാംബുജ ആസവം വരാത്ത ഒരു ആഗ്രഹത്തെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിധൽസ്വ കർണാമൃതമേഷ, എന്താണ് എനിക്ക് ആവശ്യം? അതുകൊണ്ട് കാമയെ കാമിക്കുന്നില്ല. കർണായുധം, ആ അങ്ങയുടെ ആ കഥാമൃതം ചെവികൾക്ക് നൽകിയാലും, അങ്ങയുടെ കർണാമൃതം ചെവികൾക്ക് നൽകിയാലും ഇതാണ് എനിക്ക് വേണ്ടതായിരിക്കുന്ന വരം എന്ന് പറയുകയാണ്. ന കാമയേ നാഥ തദപ്യഹം ക്വചിത് ന യത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമ അന്തർഹൃദയാൻമുഖച്യുതോ വിധൽസ്വ കർണായുധമേഷ മേ വരഹ. വലത്തെ പദങ്ങൾ നോക്കാം. ഹേ നാഥ, അല്ലയോ നാഥ, മഹത്തമാന്തർഹൃദയാത്, മഹാത്മാരിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാരുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും ആവിർഭവിച്ച്, മുഖച്യുത, അവരുടെ അമുഖത്തിലൂടെ ഒഴുകുന്ന, യുഷ്മച്ചരണാംബുജാസവ, അങ്ങയുടെ ആ ശ്രീപാദപത്മത്തിലെ പൂന്തേൻ, യത്ര ന, ഇല്ലാത്തതേതോ, തത്, ആയത്, ക്വചിത് അപി, ഒരിക്കലും തന്നെ, അഹം, ഞാൻ, ന കാമയെ കാമിക്കുന്നില്ല. കർണായുധം, ആ മകരന്തം ആസ്വദിപ്പാൻ 10,000 ചെവികൾ വിധൽസ്വ നൽകിയാലും. ആയുധം കർണം, അതായത് 10,000 കർണങ്ങൾ, ചെവികൾ നൽകിയാലും ഏഷ, ഇതാണ്, മേ, എനിക്ക് വേണ്ടതായിരിക്കുന്ന വരം. അപ്പോൾ ഇത് പദങ്ങളൊന്നുകൂടി പറയാം. ഹേ നാഥ, അല്ലയോ നാഥ, മഹത്തമാന്തർഹൃദയാത്, മഹാത്മാരിൽ ഏറ്റവും ഉത്തമന്മാരായിരിക്കുന്ന അവരുടെ ഹൃദയാന്തർഭാഗത്തു നിന്നും ആവിർഭവിച്ച്, മുഖച്യുത, അവരുടെ മുഖത്തിലൂടെ ഒഴുകുന്ന, യുഷ്മച്ചരണാംബുജാസവ, അങ്ങയുടെ ആ ശ്രീപാദപത്മത്തിലെ ആസവം, മകര പൂന്തേൻ, എത്ര ഇല്ലാത്തതേതോ, ആ പൂന്തേൻ ഇല്ലെങ്കിൽ, തത്, ആയത്, ക്വചിൽ അപി, ഒരിക്കലും തന്നെ, അഹം, ഞാൻ, ന കാമയെ കാമിക്കുന്നില്ല. കർണായുധം, ആ മകരന്തം ആസ്വദിപ്പാൻ, കഥാമൃതം ആസ്വദിപ്പാൻ 10,000 ചെവികൾ വിധൽസ്വ നൽകിയാലും, ഏഷ, ഇതാണ്, മേ, എനിക്ക് വേണ്ടതായിരിക്കുന്ന വരം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട്, ഹേ നാഥ, മഹത്തമാന്തർഹൃദയാത് മുഖച്യുത യുഷ്മച്ചരണാംബുജ ആസവ യത്ര ന തത് ക്വചിൽ അപി അഹം ന കാമയേ കർണായുധം വിധൽസ്വ ഏഷഃ മേ വരഃ. ഹേ നാഥ, മഹത്തമാന്തർഹൃദയാത് മുഖച്യുതഃ യുഷ്മച്ചരണാംബുജാസവഃ യത്ര നഃ തൽ ക്വചിത് അപി അഹം ന കാമയേ കർണായുധം വിധൽസ്വ ഏഷ മേ വരഃ. അല്ലയോ നാഥ, മഹാന്മാരിൽ ഏറ്റവും ഉത്തമന്മാരുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് ആവിർഭവിച്ച് അവരുടെ ആ മുഖത്തിലൂടെ ഒഴുകുന്ന ആ അങ്ങയുടെ ശ്രീപാദപത്മത്തിലെ പൂന്തേൻ ഇല്ലാത്തതേതോ ആയത് ഒരിക്കലും തന്നെ ഞാൻ കാമിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ആ അങ്ങയുടെ കഥാമൃതം ആസ്വദിപ്പാൻ 1000 ചെവികൾ തന്ന് നൽകിയാലും ഇതാണ് എനിക്ക് വേണ്ടതായിരിക്കുന്ന വരം. മുൻ ശ്ലോകത്തിൽ ആ മോക്ഷത്തെ കാക്ഷിക്കുന്നവനായിട്ടാണോ കൈവല്യപദേ എന്ന് സംബോധന ചെയ്തതെന്നതിൻ്റെ സംശയ നിവൃത്തിക്ക് പറയുകയാണ്. മഹാത്മാക്കളുടെ ഹൃദയാന്തർഭാഗത്ത് നിന്നും ആവിർഭവിച്ച് അവരുടെ മുഖങ്ങളിൽ കൂടി നിർഗളിക്കുന്ന ഭഗവത് കഥാരസാമൃതം ലഭ്യമല്ലാത്ത മോക്ഷാവസ്ഥയെ ഞാൻ ഒരിക്കലും കാക്ഷിക്കുന്നില്ല. ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കേൾക്കാൻ 10,000 ചെവികൾ കൽപ്പിച്ചരുളുകയാണെങ്കിൽ അത് ഞാൻ വരമായിട്ട് സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ
വരം വരിച്ചുകൊള്ളുക എന്ന് ആ ഭഗവാൻ പൃഥുവിനോട് പറഞ്ഞിരുന്നു. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, സർവശക്ത വരദാതാക്കളായിരിക്കുന്ന ദേവന്മാർക്ക് പോലും ആ ഈശ്വരനായ ഇന്ദ്രവടിയുടെ അടുക്കൽ നിന്നും പ്രകൃതി സ്വഭാവങ്ങളാലുള്ള ആ ഉലച്ചിൽ, മനസ്സിലുണ്ടാവുന്ന ആ ദേഹാഭിമാനിക്ക് ചേർന്നതായിരിക്കുന്ന വരങ്ങളെ ആ വിവേകിയായവൻ വരിക്കുന്നത് എങ്ങനെ? ബലയോ ലോകനാഥ മുക്തിദായക ആണ് അവിടെ പറയുന്നത്. യാവ ചില ഭോഗങ്ങൾ ആ നരകവാസികളായ ശരീരികൾക്ക് കൂടി ഉണ്ടാകുന്നുവോ അവയെപ്പോലും ഞാൻ ഒരിക്കലും അങ്ങയോട് ചോദിക്കുന്നില്ല. അപ്പം മുക്തിയെപ്പോലും ചോദിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വരം വരിച്ചു കൊള്ളുക എന്ന് ഭഗവാൻ പൃഥുവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ വരങ്ങൾ ഭോഗാസക്തന്മാർക്കുള്ളതാണ്, തനിക്ക് അവയിൽ ആഗ്രഹമില്ലെന്നാണ് ഈ ശ്ലോകത്തിൽ ആ പൃഥു പറഞ്ഞതിൻ്റെ സാരം. എങ്കിൽ കൈവല്യപതേ എന്ന സംബോധനയിലെ ആ സൂചനയനുസരിച്ചിട്ട് കൈവല്യത്തെ തന്നെ വരിക്കരുതോ, അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. അത് തനിക്ക് വാഞ്ചിതമായതല്ല, പിന്നെ എന്ത് വേണം? അത് ആ ഈ ശ്ലോകത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആ മോക്ഷപദം പോലും ആവശ്യമില്ല, അതിൽ എനിക്ക് ഇച്ഛയില്ല. ഇവിടെ 24-ാമത്തെ ശ്ലോകത്തിൽ ന കാമയേ നാഥ തദപ്യം ക്വചിത് എത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമാന്തർഹൃദയാൻ മുഖച്യുതോ വിധൽസ്വ കർണായുധമേവ മേ വരഹ. അപ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാനമാണ് നമ്മൾ മുമ്പ് നോക്കിയിട്ട് പറഞ്ഞത്. ഹേ കൈവല്യപദേ എത്ര വരദേശ്വരാത് ത്വത്തോ ജ്ഞാനീ സൻ ബന്ധകാൻ വരാൻ കഥം വൃണീതേ. ഹേ കൈവല്യപദേ എത്ര തവ യശഃ ശ്രവണാദിസുഖം നാസ്തി. അങ്ങയുടെ യശസ്സിൻ്റേതായിരിക്കുന്ന ശ്രവണസുഖം എവിടെ ഇല്ലയോ? താദൃശം കൈവല്യമപി, അതിന് കൈവല്യം ത്തിൻ്റെ മഹിമ പോലും ഇല്ല എന്നാണ് പറയുന്നത്. എത്ര തവ യശഃ ശ്രവണാദിസുഖം നാസ്തി, അങ്ങയുടെ കഥ കേൾക്കുന്നതിലുള്ള സുഖം അതിന് താദൃശമായിട്ട് കൈവല്യം പോലും ഇല്ല. നാസ്തി താദൃശം കൈവല്യമപി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഹേ കൈവല്യപദേ എത്ര തവ വശഃ ശ്രവണാദിസുഖം നാസ്തി താദൃശം കൈവല്യമപി ന കാമയേ. ആ കൈവല്യത്തെ പോലും ഞാൻ കാമിക്കുന്നില്ല. അതസ്തവ, അതുകൊണ്ട് ശ്രവണാർത്ഥം അയുധകർണാൻ ദേഹി, അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ ആ യശസ്സിൻ്റെ ശ്രവണം ശ്രവിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ ആ യശസ്സുകളെ ശ്രവിക്കുന്നതിന് വേണ്ടി ആയുധം 10,000 കർണങ്ങളെ, ചെവികളെ ദേഹി തന്നാലും പറയാണ്. ഹേ കൈവല്യപദേ എത്ര തവ യശഃ ശ്രവണാദിസുഖം, എത്ര തവ യശഃ ശ്രവണാദിസുഖം നാസ്തി, അങ്ങയുടെ ആ കഥാശ്രവണത്തിൻ്റെ സുഖം എവിടെ ഇല്ലയോ? അങ്ങയുടെ യശസ്സിൻ്റെ ആ ശ്രവണം, അതിൻ്റെ സുഖം നാസ്തി, എവിടെയില്ല, അത് കൈവല്യത്തിലും കൂടി ലഭിക്കില്ല. താദൃശം കൈവല്യമപിന,
കൈവല്യത്തിലും കൂടി അത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ന കാമയേ അധസ്ഥം ഏവ, ആ കൈവല്യത്തെ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യശസ് പിന്നെ എന്താ ആഗ്രഹിക്കുന്നത്? യശശ്രവണാർത്ഥം അയുധകർണാൻ ദേഹി, അങ്ങയുടെ യശസ്സിനെ ശ്രവിക്കാനുള്ള ആ 10,000 കർണങ്ങൾ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചാലെന്ന് പറയുകയാണ്. അപ്പോൾ ഹേ കൈവല്യപദേ യത്ര തവ യശഃ ശ്രവണാദി സുഖം നാസ്തി താദൃശം കൈവല്യമപി ന കാമയേ അതസ്തവ യശശ്രവണാർത്ഥം ആയുധകർണാൻ ദേഹി എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഇപ്പോൾ 25-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. സ ഉത്തമശ്ലോകമഹന്മുഖച്യുതോ ഭവൽപദാംഭോജ സുധാഗണാനില സ്മൃതിം പുനർവിസ്മൃതതത്വവത്മനാം കുയോഗിനാം നോ വിതരത്യലം വരൈ. സ ഉത്തമശ്ലോകമഹന്മുഖച്യുതോ ഭവൽപദാംഭോജ സുധാഗണാനില സ്മൃതിം പുനർവിസ്മൃതതത്വവത്മനാം കുയോഗിനാം നോ വിതരത്യലം വരൈ. അലയോ കീർത്തനീയ യശസ്വിൻ ഉത്തമശ്ലോക, മഹാത്മാക്കളുടെ മുഖങ്ങളിലൂടെ നിർഗളിക്കുന്ന മഹന്മുഖച്യുതോ ഭവൽപദാംബോജ സുധാകണാനില, ആ ഭഗവത്പാദം അങ്ങയുടെ ആ ശ്രീപാദപത്മങ്ങളിലെ അമൃതകണങ്ങളെ തഴുകി വരുന്ന ആ വായു. വിസ്മൃത തത്വവത്മനാം, ആ തത്വമാർഗങ്ങളെ വിസ്മരിക്കുന്നവരായിരിക്കുന്ന കപടയോഗികൾക്ക് പോലും അത് വീണ്ടും ആ ശരിയായ സ്മൃതിയെ വിതരത്തി ഉണർത്തുന്നു. അതിനാൽ നമുക്ക് വരങ്ങളെ കൊണ്ട് യാതൊരു ആവശ്യവും ഇല്ല. അങ്ങയുടെ ആ ഗുണയശസ്സുകളെ ആകുന്ന ആ കഥാമൃതത്തെ ശ്രവിച്ചാൽ മതിയെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു. സ ഉത്തമ ശ്ലോക മഹന്മുഖച്യുതോ ഭവത്പദാംബോജ സുധാകണാനില, ആ ഉത്തമ ശ്ലോകന്മാരുടെ മുഖങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന ആ അച്യുത കഥാമൃതം ഭഗവത്പദാംബോജ സുധാകണാനില, ആ ഭഗവത്പദാംബോജങ്ങളിലെ ആ ഭോജ കഥകളാകുന്ന അമൃതത്തിൻ്റെ നിന്നുമുണ്ടാകുന്ന ആ കുളിർമ, അതുകൊണ്ട് സ്മൃതിം പുനർവിസ്മൃത തത്വവത്മനാം, സ്മരണയുണ്ടാവുന്നു. വിസ്മൃത തത്വവത്മനാം, തത്വങ്ങളെയൊക്കെ മറന്നിട്ടുള്ള ജ്ഞാനികൾക്ക് പോലും സ്മൃതിം പുനർവിസ്മൃത തത്വവത്മനാം, അങ്ങനെ കുയോഗം വന്നിട്ട് ആ തത്വങ്ങളെ മറന്നിട്ടുള്ള ആ കുയോഗികൾക്ക് പോലും പഴയ ആ തത്വത്തെയൊക്കെ സ്മരിപ്പിക്കുന്നു. സ്മൃതിം, അത് ഓർമ്മ വരുത്തുന്നു. നോ വിതരത്യലം വരൈഹി, അതുകൊണ്ട് എനിക്ക് വരങ്ങളെയൊന്നും ഇവിടെ ആവശ്യം ഇല്ല. അതിലത്തെ പദങ്ങൾ നോക്കാം. ഹേ ഉത്തമ ശ്ലോക, അല്ലയോ കീർത്തനീയ യശസ്വിൻ, മഹാന്മുഖച്യുത, മഹാത്മാക്കളുടെ മുഖങ്ങളിലൂടെ നിർഗളിക്കുന്ന ഭവൽപാദാംഭോജ സുധാഗണാനിലഹ സഹ, അങ്ങയുടെ ആ ശ്രീപാദപത്മങ്ങളിലെ അമൃതഗണങ്ങളെ തഴുകി വരുന്ന ആ വായു. വിസ്മൃത തത്വവത്മനാം, തത്വമാർഗങ്ങളെ വിസ്മരിച്ചവരായിരിക്കുന്ന കുയോഗിനാം, കപടയോഗികൾക്ക് പോലും പുനഃ വീണ്ടും ആ സ്മൃതി, ശരിയായ സ്മൃതിയെ വിതരതി ഉണർത്തുന്നു. നഹ, അതിനാൽ നമുക്ക് വരൈഹി, വരങ്ങൾ കൊണ്ട് അലം ഒന്നും ആവശ്യം ഇല്ല. ഒന്നും കൂടി പറയാം. ഹേ ഉത്തമ ശ്ലോക, അല്ലയോ കീർത്തനീയ യശസ്വിൻ, മഹന്മുഖച്യുത, ആ മഹാത്മാക്കളുടെ
മുഖങ്ങളിലൂടെ നിർഗളിക്കുന്ന ഭവൽപദാംഭോജ സുധാഗണാനിലഹ, അങ്ങയുടെ ശ്രീപാദപത്മങ്ങളിലെ അമൃതഗണങ്ങളെ തഴുകി വരുന്ന ആ വായു, അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു. വിസ്മൃത തത്വവത്മനാം, തത്വമാർഗങ്ങളെ വിസ്മരിച്ചവരായിരിക്കുന്ന കുയോഗിനാം, കപടയോഗികൾക്ക് പോലും പുനഃ വീണ്ടും സ്മൃതിം, ശരിയായ സ്മൃതിയെ, ഓർമ്മയെ വിതരതി ഉണർത്തുന്നു. നഹ, അതിനാൽ നമുക്ക് വരൈഹി, ആ വരങ്ങൾ കൊണ്ട് അലം, ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലത്തെ ആ അന്വയം വന്നിട്ട് ഹേ ഉത്തമ ശ്ലോക, ഹേ ഉത്തമ ശ്ലോക, മഹന്മുഖ അച്യുത അച്യുത ഭവൽപദാംഭോജ സുധാഗണാനില വിസ്മൃതതത്വവത്മനാം കുയോഗിനാം പുനഃ സ്മൃതിം വിതരതി നഹ വരൈഹി അലം. ഒന്നും കൂടി പറയാം. ഹേ ഉത്തമ ശ്ലോക, മഹന്മുഖച്യുത ഭവൽപദാംഭോജ സുധാഗണാനില സഹ വിസ്മൃതതത്വവത്മനാം കുയോഗിനാം പുനഃ സ്മൃതിം വിതരതി നഹ വരൈഹി അലം. എനിക്ക് വരത്തിൻ്റെ ആവശ്യം ഇല്ല. ഒന്നുകൂടി എൻ്റെ അർത്ഥം വരുന്നത്, അലയോ അകീർത്തനീയ യശസ്വിൻ, മഹാത്മാക്കളുടെ മുഖങ്ങളിലൂടെ നിർഗളിക്കുന്ന ആ ഭഗവാന്റെ ആ ശ്രീപാദപത്മങ്ങളിലെ അമൃതഗണങ്ങളെ തഴുകുതി വരുന്ന ആ വായു, തത്വമാർഗങ്ങളെ വിസ്മരിച്ചവരായിരിക്കുന്ന കപടയോഗികൾക്ക് പോലും വീണ്ടും അത് ശരിയായ സ്മൃതിയെ ഉണർത്തുന്നു. അതിനാൽ എനിക്ക് വരങ്ങളെ ഒന്നും ആവശ്യം ഇല്ല. അല്ലയോ പുണ്യകീർത്തെ, മഹാന്മാരുടെ മുഖങ്ങളിലൂടെ നിർഗളിക്കുന്ന നിന്തിരുവടിയുടെ പാദപത്മസംബന്ധികളാകുന്ന ആ ലീലാവിലാസ മകരന്ദത്തിൻ്റെ അവസ്ഥ അനിർവചനീയമത്രേ. അതിൻ്റെ ആ കണികകൾ വഹിച്ചു കൊണ്ടുവരുന്ന വായുവിന് പോലും തത്വദീക്ഷയില്ലാത്ത കുയോഗികളെയും ഉദ്ധരിക്കാൻ പ്രാപ്തിയുണ്ട്. യഥാർത്ഥ ഭക്തന്മാർക്ക് അതിൽ നിന്ന് സിദ്ധിക്കുന്ന ആത്മാനന്ദം എത്രയെന്ന് പറയാനുണ്ടോ? അതിനാൽ അതല്ലാതെ വേറെ വരങ്ങളെയൊന്നും എനിക്ക് ആവശ്യമില്ല. കൈവല്യത്തെ നിരാകരിച്ചാൽ രാഗാദികൾക്കടിപെട്ട് ഭക്തിസുഖം നഷ്ടം വരില്ലേ എന്ന ശങ്കയ്ക്ക് സമാധാനമാണ് ഈ പറയുന്നത്. ഭഗവത് കഥാമൃതാസവം അനുസ്യൂതം പാനം ചെയ്യുന്നവർക്ക് അങ്ങനെ സംഭവിക്കുകയില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ എനിക്ക് ആ ശ്ലോകത്തിൽ എനിക്ക് ആ മോക്ഷപദം പോലും ആവശ്യമില്ല, അതിൽ ഇച്ഛയില്ല. അതിൽ മഹാപുരുഷന്മാരുടെ ഹൃദയത്തിൽ നിന്നും അവരുടെ മുഖദ്വാര നിർഗളിച്ച് നിന്തിരുവടിയുടെ ആ ചരണാരവിന്ദമകരന്ദം ഇല്ലെങ്കിൽ ആയത് മോക്ഷമായാലും ഞാൻ കാക്ഷിക്കുന്നില്ല. അവിടെ അങ്ങയുടെ കഥ കേൾക്കുന്നതിലുള്ള സുഖം ലഭിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രാർത്ഥനയുള്ളൂ, ഈ 10,000 ചെവികൾ തന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ആ ലീലാഗുണങ്ങളെ കേട്ടുകൊണ്ടിരിക്കാം. അല്ലയോ രക്ഷിതാവേ, മഹാഭാഗവതോത്തമന്മാരുടെ ആ ഹൃദയാന്തർഭാഗത്തു നിന്ന് മുഖത്തിലൂടെ നിർഗളിച്ച ആ നിന്തിരുവടിയുടെ ശ്രീപാദപത്മങ്ങളിൽ എഴുന്ന ആ തൂമകരന്തം, ആ കഥാസുധാസ്വാദനം, ശ്രീപാദപത്മങ്ങളിൽ എഴുന്ന ആ തൂമരന്തം, ഭഗവത് കഥാസുധാസ്വാദനം യാതൊന്നിൽ ഇല്ലെന്ന് വന്നാൽ ആയതുകൊണ്ട് കൈവല്യമായാൽ കൂടി അതെനിക്ക് ഒരിക്കലും അത് ഞാൻ കാക്ഷിക്കുന്നില്ല. 10,000 കാതുകൾ തന്നിട്ട് കഥാശ്രവണത്തിന് ഉണ്ടാക്കി തന്നാലും എനിക്ക് വേണ്ടിയുള്ള വരം ഇതാണ്. അപ്പോൾ കൈവല്യമില്ലെങ്കിൽ ആ പ്രകൃതി കാര്യങ്ങളായിരിക്കുന്ന രാഗദ്വേഷാദികൾ ഉണ്ടാവും. അപ്പോൾ ആ കഥാസ്വാദന ഭക്തി സുഖം സിദ്ധം ആകുന്നത് എങ്ങനെ? ഈ ആശങ്കയെ പരിഹരിച്ചുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തിൽ പ്രഭവ പുണ്യകീർത്തെ അവിടുത്തെ ചരണകമല മകരന്ദ രൂപിയായിരിക്കുന്ന അമൃതം കർണങ്ങളിലൂടെ കേട്ട് ആ മഹാപുരുഷന്മാരുടെ മുഖത്തിൽ നിന്നും
എന്തു വായുവാണ് പുറത്തു വരുന്നത്? അതിൽ എത്രയും ശക്തിയുണ്ട്. അത് തത്വങ്ങളെ മറക്കുന്ന കുയോഗികൾക്ക് പോലും വീണ്ടും തത്വജ്ഞാനത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അന്യവരം ഒന്നും തന്നെ ആവശ്യമില്ല. ഉദാരകീർത്തെ മഹാത്മാക്കളുടെ മുഖത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ആ നിന്ദ്രവഴിയുടെ ശ്രീപാദപത്മങ്ങളിലെ പൂന്തേനമൃതത്തിൻ്റെ ബിന്ദുക്കളെ തഴുകുന്ന കാറ്റ് തത്വമാർഗങ്ങളെ മറന്നുകളയുന്ന കുൽസംഗി യോഗികൾക്ക് പോലും കൂടി അത് ശരിയായ ആ ധാരണയെ വീണ്ടും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിനാൽ നമുക്ക് വരദാനങ്ങൾ കൊണ്ട് ഒന്നും വേണ്ടതില്ല. അതാണ് 25ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഭക്തി ആയ കാറ്റ് രാഗാദി മാലിന്യങ്ങളെ അകറ്റുന്നു. അതുകൊണ്ട് ആ വരിഷ്ഠമായ നിഷ്കാമഭക്തി മാത്രമേ വരണീയമായിട്ടുള്ളൂ. ഭക്തിയിൽ മുക്തിസുഖം അന്തർലീനമാണ് എന്നു സാരം. ഭക്തിയുടെ ഫലമാണ് മുക്തി. ഭക്തിമാർഗത്തിൻ്റെ പരമലക്ഷ്യമാണ് അത്. ഇവിടെ ലക്ഷ്യത്തെ അഥവാ ഫലത്തെ നിരസിച്ച് മാർഗത്തിൽ മാത്രം ആഗ്രഹം കൊള്ളാനുള്ള ന്യായത്തെ ആഗ്രഹം കൊള്ളുവാൻ ന്യായം എന്താണ് എന്നുള്ളത് അതിനെ പറ്റിയിട്ടാണ് ഈ അടുത്ത് ഇതിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ മാർഗത്തിൻ്റെ മഹിമ പറയാൻ കാര്യം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്നിട്ട് നമുക്ക് നോക്കാം. ഏഷ ഏവ മേ വരോസ്തു. അതുകൊണ്ട് എനിക്ക് ഈ 10,000 കർണങ്ങൾ തരാനുള്ള വരം തരണം എന്ന് പറഞ്ഞു. ചരണകമല സംബന്ധി വായു. അങ്ങയുടെ ചരണകമല സംബന്ധിയായിരിക്കുന്ന വായു കുയോഗിനാം ആത്മജ്ഞാനം വിസ്താരേതി. കുയോഗികൾക്ക് പോലും അതിൽ നിന്നും ആത്മജ്ഞാനം വിവരിച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കണം. അങ്ങയുടെ ത്വച്ചരണ കമല സംബന്ധിയായിരിക്കുന്ന ആ കഥകൾ കുയോഗിനാം ആത്മജ്ഞാനം, ആ കുയോഗികളെപ്പോലും ആത്മജ്ഞാനികളാക്കിയിട്ട് വിസ്താരയതി, അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു പറയണം. ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യാഖ്യാനം. ഏഷ ഏവമേ വരോസ്തു ത്വച്ചരണകമല സംബന്ധി വായു കുയോഗിനാം ആത്മജ്ഞാനം വിസ്താരയതി. അതുകൊണ്ട് അസ്മാത് എനിക്ക് അസ്മാകം എനിക്ക് അന്യവരങ്ങളൊന്നും ആവശ്യമില്ല. അതോസ്മാകം അന്യേർ വരയിൽ അലം. അതുകൊണ്ട് എനിക്ക് മറ്റു വരങ്ങളൊന്നും ആവശ്യമില്ല എന്നർത്ഥം. ത്വച്ചരണ കമല സംബന്ധി വായു കുയോഗിനാം ആത്മജ്ഞാനം വിസ്താരേതി. അതോസ്മാകം അന്യേർ വരയിരലം. എനിക്ക് മറ്റൊരു വരങ്ങളും എനിക്ക് അതുകൊണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 26ാമത്തെ ശ്ലോകം. യശശിവം ശുശ്രവ ആര്യസംഗമേ യദൃച്ഛയാ ചോപശൃണോതി തേ സകൃത് കഥം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീര്യൽ പ്രവവ്രേ ഗുണസംഗ്രഹേച്ഛയാ. യശശിവം ശുശ്രവ ആര്യസംഗമേ യദൃച്ഛയാ ചോപശൃണോതി തേ സകൃത് കഥം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീര്യൽ പ്രവവ്രേ ഗുണസംഗ്രഹേച്ഛയാ. അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ.